നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ഒരേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. രണ്ട് വീഡിയോയിൽ വന്നു. മൂന്നാമത്തെ വീഡിയോയിൽ ഈ ഷർട്ട് തന്നെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓരോ വിഷയങ്ങൾ വരും. അപ്പം അവിടെ നിന്നിട്ട് ലൈവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ലൈവ് ചെയ്യുന്നത് നമ്മുടെ സെന്റ് മേരീസ് ദേവാലയത്തിലാണ്. ഇവിടെ വന്നത് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് നിങ്ങളെ കൂടി അറിയിക്കണം. ഇതൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇതൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഇവർ അത് മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തി. അതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആലക്കോട് സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ടൗൺ തിരുനാൾ കമ്മിറ്റി പിരിച്ചുവിട്ടു. മനസ്സിലായില്ല. തിരുനാൾ കമ്മിറ്റിയുടെ കണക്കൊക്കെ അവതരിപ്പിച്ചിട്ട് അവർക്ക് പങ്കെടുത്ത ആളുകൾക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് അതിന്റെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാം ആലക്കോട് ടൗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഈ തിരുനാൾ കമ്മിറ്റിയുടെ കമ്മിറ്റി കൂടി അതിനുശേഷം പിരിച്ചുവിട്ട് അത് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിന് അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ സമയത്ത് ഒന്നല്ല, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഇവിടുത്തെ പാരിഷ് ഹാളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ആലക്കോട് സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവം നിങ്ങൾ ലൈവിൽ കൂടി കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പ്രേക്ഷകരാണ് പലയിടങ്ങളിൽ നിന്നും ഇതൊക്കെ കണ്ടത്. അപ്പോൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒത്തുചേർന്ന് നമ്മൾ ആലക്കോട് തിരുനാൾ കമ്മിറ്റി, അത് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യുള്ള ഒരു കമ്മിറ്റിയാണ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ജോമൻ എന്താ ഭക്ഷണം കഴിക്കാതെ? ജോമനെ ചിക്കൻ കഴിക്കില്ല. അപ്പൊ നമ്മളൊക്കെ ഒരുപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് സ്പെഷ്യലാണ്. അപ്പൊ ജോമൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ജോമന് ഉറുമീസ് എന്നുള്ള പേരിലാണ് അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? ഉഷാറായിരുന്നില്ലേ? ആ, കണക്കൊക്കെ അവതരിപ്പിച്ച് കറക്റ്റ് ബോധ്യപ്പെട്ടോ? കണക്കൊക്കെ ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ബാക്കി എന്താണ് സംഭവം എന്ന് അറിയണ്ടേ. അപ്പോൾ അതറിയാം. ജോസേട്ടൻ നിങ്ങൾ നടന്നു കളിക്കുക. നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തനങ്ങൾ നടന്നു കളിക്കുന്നത്. ജോസേട്ടൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് കണക്കൊക്കെ അവതരിപ്പിച്ചല്ലോ അല്ലേ? എല്ലാവരും വളരെ തൃപ്തികരമായിരുന്നു, സന്തോഷകരമായിരുന്നു. വീണ്ടും അടുത്ത വർഷം ഇതുപോലെ കൂടാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടെ വീണ്ടും പിരിഞ്ഞിരിക്കുകയാണ്. ആരും പിരിഞ്ഞില്ല. അച്ഛൻ ഇവിടെ വെപ്പുണ്ട്. അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ലാവോ? അച്ഛനും ദേവച്ചേട്ടനും ഇവിടെ നിൽക്കും. ദേവച്ചേട്ടൻ ഇതിന്റെ കോർഡിനേറ്ററാണ്. അച്ഛാ, ഇതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നത്. അച്ഛനെങ്ങനെ തോന്നുന്നു? എനിക്ക് ഇത് ഏറ്റവും ഉന്നതവും ഉദാത്തവും മാതൃകാപരമായ ഒരു കാര്യമാണ്. നമ്മൾ ആലക്കോട് തിരുനാള് 11 ദിവസം നീണ്ടുവന്ന തിരുനാളാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 11 ദിവസം ആയിട്ടുള്ളൂ. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, സഹോദരീ സഹോദരങ്ങളെ പോലെ ഹൃദ്യമായൊരു കൂട്ടായ്മയിൽ ഈ തിരുനാളിൽ എല്ലാവരും ഭാഗവാക്കായി സന്തോഷത്തോടുകൂടി പിന്നെ ഞങ്ങൾ കൂടി അതിൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചു ഹൃദ്യമായി ഞങ്ങൾ സൗഹൃദമൊക്കെ പങ്കുവെച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനിവിടെ എത്തിച്ചത്. ദേവചേട്ടൻ ഇത് കോർഡിനേറ്ററായിരുന്നു. എന്തായാലും പെരുന്നാൾ സൂപ്പറായിരുന്നു. ടൗൺ തിരുനാൾ എന്ന് പറയുന്ന സംഭവമായിരുന്നു അല്ലേ? കാരണം നമ്മൾ ആലക്കോട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും ജനബാഹുല്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഓരോ വർഷം കഴിയുന്നതും നമ്മൾ മികച്ച ട്രാക്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്രാവശ്യം തിരുനാൾ പറയാൻ കഴിഞ്ഞത് ഏറ്റവും വളരെ എന്താ പറയുക, യാതൊരു അസ്വാരസ്യങ്ങളില്ലാണ്ട് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. മാത്രമല്ല ഒരു കാലത്തും ഉണ്ടാകാത്ത ജനപങ്കാളിത്തങ്ങൾ നമുക്ക് ഇപ്രാവശ്യം പങ്കെടുക്കാനും സാധിക്കുകയും ചെയ്തു. അതിന് എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകരുടെ ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് തന്നെ. അപ്പൊ നമുക്ക് അപ്പോട്ടൊക്കെ എവിടെയുണ്ട്? മൊയ്തുക്ക വന്നേ. നമ്മുടെ വ്യാപാരി നേതാവ് മൊയ്തുക്ക, ഇതിന്റെ കൺവീനർ ചെയർമാൻ അല്ലേ? ചെയർമാന്റെ അടുത്ത് വരുന്നില്ല. അപ്പോഴത്തെ കൺവീനറാണ്. അപ്പൊ കൂടെ സ്വാമി പടം നമ്മുടെ തിരുനാൾ മഹോത്സവമൊക്കെ അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ട്? കണക്കൊക്കെ അവതരിപ്പിച്ച് ഉഷാറാക്കി. ആ, ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം അല്ലേ? എല്ലാവരും ഒന്നായി അരങ്ങ ഉത്സവം ആലക്കോട് പെരുന്നാൾ ജനങ്ങളുടെ ഉത്സവം. എന്നത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ. അത് ആലക്കോടിന്റെ പ്രത്യേകതയാണ്. ആലക്കോടിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇതിനൊക്കെ അല്ലേ? ആ, എങ്ങനെ തോന്നുന്നു? വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ നമ്മുടെ തിരുനാൾ നടന്നത്. ഭയങ്കര ആളായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രദക്ഷിണമൊക്കെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് അതിൻ്റെ സമാപന കമ്മിറ്റിയാണ് ഇന്നിവിടെ വിളിച്ചു കൂട്ടിയത്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി. ഇന്ന് ഇവിടെ തിരുനാൾ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കും. ബേബി സാറേ അങ്ങനെ പോകല്ലേ? ബേബി സാറേ, ബേബി സാറൊക്കെ ഇതിനെ സജീവമായിട്ടും ബേബി സാറൊക്കെ ഇതിനെ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. കൈക്കാരനാണല്ലോ. ഭാരതീയ പാരമ്പര്യം പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടപ്പാകുന്നത് ആലക്കോടാണെന്ന് പറയാൻ കഴിയും. അത്രമാത്രം സൗഹാർദ്ദപരമായിട്ടാണ് ഇത്രയും വലിയൊരു ജനാവലിയെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജനാവലിയെയാണ് ആലക്കോട് ഈ പ്രാവശ്യം കണ്ടെത്തിയത്. അതിനെ മുഴുവൻ നിയന്ത്രിക്കുകയും നയിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തവർക്ക് ജാതിമത ഭേദമന്യെയാണ് ആൾക്കാർ സഹകരിച്ച. അവർക്ക് ഞങ്ങളൊരു വിരുന്ന് കൊടുത്തില്ലെങ്കിൽ, അവരെ വിളിച്ച് അഭിനന്ദിച്ചില്ലെങ്കിൽ അത് തീർച്ചയായും കയ്യിൽ ബിരിയാണി പാർസലാണോ? പാർസലാണ്. ഇതൊന്നൊരു സമ്മാനമൊക്കെ ഉണ്ടല്ലോ അവന്. വണ്ടി ക്യാപ്റ്റന് ഗിഫ്റ്റ് കിട്ടി. സജിയേട്ടാ,
സജിയേട്ടൻ ഗിഫ്റ്റ് ഇതെന്ത് എന്ത് ക്യാപിറ്റൽ ആയതുകൊണ്ടാണ്? ആലക്കോട് ടൗണിൽ ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയ എനിക്ക് ഇവര് തന്ന ഒരു സമ്മാനമാണ്. അതല്ലേ, വെരി ഗുഡ്. എന്തായാലും ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയത് നിങ്ങളുടെ കെയർഓഫിലാണ്. വെരി ഗുഡ് സമ്മാനമാണ്. എന്തായാലും ആലക്കോട്ടെ വ്യാപാരികളാണ് അതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാമേട്ടൻ ഭക്ഷണം കഴിക്കുന്ന ഇടക്കാണ് ഇപ്പോൾ നമുക്ക് ഒരു കൂട്ടായ്മയാണ് അല്ലേ രാമേട്ട? എന്തായാലും നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് ഇങ്ങനൊരു കൂട്ടായ്മയിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. ഇനി നാളെയും ഈ എല്ലാ ഉത്സവവും പെരുന്നാളും നമ്മുടെ ആലക്കോടിന്റെ ചരിത്ര സംഭവമായി മാറട്ടെ. ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണ? പൊളിച്ചു. നല്ല സന്തോഷമായി അല്ലേ? അപ്പോൾ പിന്നെ ഒരുപാട് ആളുകളുണ്ട്. ടോമിച്ചേട്ടൻ എവിടെ പോകുന്നു? വേണുവേട്ടനൊക്കെ എവിടെ ഉണ്ടല്ലോ? പോലെ വേണുവേട്ടനൊക്കെ വന്നേ. വേണുഗോപാലൻ വേണോട്ടെ എങ്ങനെയുണ്ട്? ഏകത്വമാണ് ഇതിനെല്ലാം. ഉത്സവം നടക്കാൻ പോവാണ്, നമുക്ക് ഗംഭീരമാക്കണം. ഉത്സവമൊക്കെ ഗംഭീരമാക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ടോമി ചേട്ടാ. എല്ലാവർക്കും വളരെ സന്തോഷമായി. എല്ലാവരെയും ആദരിച്ചു. നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മുടെ ടൗണിൽ ഉള്ള ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ. ചേട്ടാ, എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് വിശേഷങ്ങൾ? നല്ല രീതിയിലുള്ള പെരുന്നാളും പരിപാടികളൊക്കെ ആയിരുന്നു. നല്ല സഹകരണത്തോടുകൂടി നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. എല്ലാവരും നല്ല സന്തോഷത്തോടെ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. അടിപൊളിയായി. വിജേഷ് നമുക്ക് ഒരു നല്ലൊരു കൂട്ടായ്മയാണ് നടന്നല്ലേ? നല്ലൊരു കൂട്ടായ്മയാണ്. നമ്മുടെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പകർന്നു നൽകിയ അത് തുടർന്നുകൊണ്ട് പോയിരിക്കുന്നു. അത് തുടരുന്നതിന് നമുക്ക് അതിൻ്റെ ഒരു അഭിമാനമുണ്ട്. അതിന് അരങ്ങത്ത് ക്ഷേത്രത്തിലെ ഉത്സവം ഇതുപോലെ തന്നെ നമ്മുടെ ഗോപേട്ടൻ പോയോ? അപ്പോൾ ഓക്കെ, സന്തോഷം. അപ്പോൾ ഗോപേട്ടനും സോമേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. എന്തായാലും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. നിങ്ങൾക്കും അനുകരിക്കാം. ഇങ്ങനെയൊക്കെ കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചാൽ അത് എല്ലാ വർഷവും ആളുകൾ പിരിവ് തരാൻ പൂർണ്ണ മനസ്സോടെ രംഗത്ത് വരും. അപ്പോൾ സെന്റ് മേരീസ് ദേവാലയവും ആലക്കോട് ക്ഷേത്രവും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള പരിപാടികൾ നടത്തുന്ന ആലക്കോട് നിന്നും ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.